ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ പേജാണ് അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 187 തുടങ്ങി 190 വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് നോമ്പിനെ കുറിച്ചായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ ആയത്തിലും ആദ്യം വരണത്. നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أُحِلَّ لَكُمْ لَيْلَةَ الصِّيَامِ الرَّفَثُ إِلَى نِسَائِكُمْ هُنَّ لِبَاسٌ لَكُمْ وَأَنْتُمْ لِبَاسٌ لَهُنَّ. ഇവിടെ പറയണത് നോമ്പിൻ്റെ സമയത്ത് രാത്രി കാലങ്ങളിലുള്ള ഒരു നിയമത്തിനെ കുറിച്ചിട്ടാണ് അള്ളാഹു പറയണത്. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞത് നോമ്പിൻ്റെ പകലിൽ എങ്ങനെയായിരിക്കണം എന്നല്ലേ പറഞ്ഞു. യാത്രക്കാരനായാലും എടുക്കണം എന്നില്ല, രോഗിയാണെങ്കിൽ എടുക്കണം എന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ. ഇതിൽ പറയണത് രാത്രി സമയങ്ങൾ. ഉഹില്ലലക്കും എന്ന് വെച്ചാൽ അഹല്ല എന്ന് വെച്ചാൽ അനുവദിച്ചു, ഹലാലാക്കിയിരിക്കുന്നു അള്ളാഹു ലക്കും നിങ്ങൾക്ക്. ലൈലത്തെ സിയാമി നോമ്പിന്റെ രാത്രിയിൽ. റഫസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വകാര്യ സല്ലാപം അല്ലെങ്കിൽ സ്ത്രീ സംസർഗം എന്നൊക്കെയാണ് അർത്ഥം. ഇലാ നിസായിക്കും നിങ്ങളുടെ സ്ത്രീകളുമായി. അതായത് പറയണത് നോമ്പിന്റെ രാത്രികളിൽ നിങ്ങളുടെ സ്ത്രീകളുമായി നിങ്ങൾ ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമുക്കിത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് എന്താ നമുക്കറിയാത്ത കാര്യമല്ല അല്ലേ, അതൊക്കെ അനുവദനീയമാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് ഈ ഒരു ആയത്ത് അവതരിക്കുന്ന പശ്ചാത്തലം എന്ന് വെച്ചാൽ നമുക്ക് നോമ്പ് നിർബന്ധമായത് ഹിജ്റ 2-ാം വർഷമാണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ തൊട്ട് മുമ്പത്തെ പേജിൽ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപുള്ളവർക്ക് നിയമമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിയമമാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം ആ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കാലത്ത് ഈ വേദക്കാര് നോമ്പെടുക്കാറുണ്ടായിരുന്നു. അവരുടെ നോമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണവും കഴിക്കില്ല, സ്ത്രീകളുടെ ആയിട്ട് ഭാര്യമാരെ സമീപിക്കാനും ചെയ്യാറില്ല. അപ്പം അങ്ങനെയാണ് നോമ്പ് നോക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇവര് മുസ്ലിങ്ങൾ സത്യവിശ്വാസികളും ഇതുപോലെ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ, അതായത് നോമ്പ് തുറക്കുമ്പോൾ മഗ്‌രിബിന്റെ സമയത്ത് അവർ ഭക്ഷണം കഴിക്കും, പിന്നെ അവർ കഴിക്കൂല. ഇനി അഥവാ അങ്ങനെ ആ സമയത്ത് കഴിക്കാൻ പറ്റാണ്ടത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ പിന്നെ അവർ രാത്രി ഭക്ഷണം കഴിക്കൂല. പിന്നെ പിറ്റേ ദിവസം മഗ്‌രിബിന്റെ സമയത്തേ അവർ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നോമ്പുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ഇവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇവർക്ക് അറിയുണ്ടായിരുന്നില്ല. അപ്പൊ ഇവരിങ്ങനെ വിചാരിച്ചു, ഇനി മറ്റവരുടെ നോമ്പ് കണ്ടിട്ട് വിചാരിച്ചു അപ്പൊ ഇനി രാത്രി ഭക്ഷണം കഴിക്കാനും പാടില്ല, സ്ത്രീകളുടെ അടുത്ത് പോകാനും പാടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ എന്നിട്ട് എന്താ ഒരു സ്വഹാബി ഇതുപോലെ മഗ്‌രിബിന്റെ സമയത്ത് അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല. എന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ട് ഉറങ്ങിപ്പോയി. ആള് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേനും അദ്ദേഹം ബോധം കെട്ട് വീണു. അങ്ങനെ ഒരു ഹദീസ് പറയുന്നുണ്ട്. അപ്പോൾ ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഉറങ്ങിയ ശേഷം ഭാര്യമാരുടെ അടുത്തേക്ക് പോവാറുണ്ട്. അവർ വിചാരിച്ചു വെച്ചിരുന്നത് ഭാര്യമാരെ സമീപിക്കാൻ പാടില്ല എന്നാണെങ്കിൽ കൂടിയിട്ടും പക്ഷെ അവർക്കത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ അവരത് തെറ്റിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ളിലൊരു കുറ്റബോധമാണ്, കാരണം ചെയ്യാൻ പാടില്ല എന്ന് അവർ വിചാരിച്ചൊരു കാര്യം അവരറിയാണ്ട് ചെയ്തു പോകുന്നു. ചിലവർ രാത്രി ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു, ചിലവർ സ്ത്രീകളുമായി ലൈംഗികമായി ബന്ധപ്പെടാറും ഉണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയണത്. അപ്പം അള്ളാഹു അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, രാത്രി നിങ്ങൾ നോമ്പിന്റെ രാത്രികളിൽ നിങ്ങൾ സ്ത്രീകളെ സമീപിക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല, അതിനെ നിങ്ങൾക്ക് അനുവദനീയമാക്കിയ ഒരു കാര്യമാണെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഹുന്ന ലിബാസുല്ലക്കും, അവര് നിങ്ങൾക്ക് ഒരു വസ്ത്രമാണ്. അൻതും ലിബാസുല്ലഹൻ, നിങ്ങൾ അവർക്കും ഒരു വസ്ത്രമാണ്. അതായത് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തെ അള്ളാഹു ഉപമിച്ചിരിക്കുന്നത് ഒരു വസ്ത്രത്തോടാണ്. അപ്പൊ വസ്ത്രം എന്ന് വെച്ചാൽ എന്തിനൊക്കെയാണ്, നമുക്കൊരു അലങ്കാരമായിട്ടും പിന്നെ നമുക്കൊരു സംരക്ഷണമാണ് അല്ലേ വസ്ത്രം. പിന്നെ നമ്മളുമായി ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കണം, നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളല്ലാണ്ട് നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ് വസ്ത്രം. അപ്പൊ അതിനോടാണ് അള്ളാഹു ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ബന്ധത്തിന്റെ അലങ്കാരത്തെ അള്ളാഹു പറഞ്ഞു തരാണ്. പിന്നെ സംരക്ഷണം, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊട്ടക്ഷൻ ആണ് ഈ ഒരു ബന്ധത്തിൽ അല്ലേ. ഭർത്താവിനെ സംരക്ഷിക്കേണ്ടത് ഭാര്യയും ഭാര്യയെ സംരക്ഷിക്കേണ്ടത് ഭർത്താവുമാണ്.
പിന്നെ അവർ തമ്മിൽ എപ്പോഴും എല്ലാ സമയത്തും ഏറ്റവും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരാണെന്നാണ് അള്ളാഹു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരെ ഉപമിച്ചിരിക്കുന്നത് വസ്ത്രത്തോടാണ്. പിന്നെ അലിമല്ലാഹു അന്നക്കും, അള്ളാഹു അറിഞ്ഞിരിക്കുന്നു, അന്നക്കും കുന്തും നിങ്ങളായിരുന്നുവെന്ന്, തഖ്താനൂന വെച്ചാൽ വഞ്ചന നടത്തിയെന്ന് പറഞ്ഞാൽ അംഫുസക്കും നിങ്ങളുടെ സ്വന്തത്തോട് തന്നെ. അതായത് ഇപ്പൊ ഇവര് വിചാരിച്ചു വെച്ചതെന്താ, രാത്രി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല, സ്ത്രീകളെ സമീപിക്കാൻ പാടില്ല എന്ന് അവർ വിചാരിച്ചു വെച്ചിട്ട് അവര് ഇതൊക്കെ ഈ 2 കാര്യം ഇവർ ചെയ്തിരുന്നു. അപ്പൊ നിങ്ങളോട് തന്നെ വഞ്ചന നടത്തുന്ന കാര്യം അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. അതായത് ഇവരിങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇവരിതൊക്കെ ചെയ്യുകയും ചെയ്യും. പിറ്റേ ദിവസം ഇവർക്ക് സങ്കടമാണ്, ഇവർ പശ്ചാത്തപിക്കും, അള്ളാഹെ ഞങ്ങൾക്ക് ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി എന്ന് അവർ പശ്ചാത്തപിക്കും. അതാണ് ഫതാബ അലൈക്കും, എന്നാൽ നിങ്ങളുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയാണ്. വഅഫഅൻകും, നിങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതാണ് ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഇത്രയും ഭാഗം പറയണത്. പിന്നെ പറഞ്ഞത് ഫൽ ആന ബാഷിറൂഹുന്ന, അതിനാൽ ഇപ്പോൾ നിങ്ങൾ അവരുമായി സ്പർശനം നടത്തിക്കൊള്ളുവിൻ. വബ്തഗൂ, നിങ്ങൾ തേടുകയും ചെയ്യുക, മാ കതബല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത്. ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ശാരീരികമായ ബന്ധം കൊണ്ട്, ഭാര്യാഭർത്തൃ ബന്ധം ഒരിക്കലും ശാരീരികമായ സുഖത്തിന് മാത്രം വേണ്ടി ആവരുത്. അള്ളാഹു അതിൽ നിന്നും നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന സന്താനങ്ങളെ കൂടി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് വേണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നത് എന്ന് പറയണത്. പിന്നെ വക്കുലു വഷ്റബു, നിങ്ങൾ തിന്നുകൊള്ളുവിൻ, വഷ്റബു നിങ്ങൾ കുടിക്കുകയും ചെയ്യുവിൻ, ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു, നിങ്ങൾക്ക് വെള്ള നൂൽ നിങ്ങൾക്ക് വ്യക്തമായി തീരുന്നത് വരേക്കും, മിനൽ ഖൈത്തിൽ അസ്വദി, കറുത്ത നൂലിൽ നിന്ന്. അള്ളാഹു അവിടെ ഭയങ്കര ആലങ്കാരികമായി പറഞ്ഞിട്ടുള്ള കേട്ടോ, മിനൽ ഫജർ, പ്രഭാതത്തിൽ നിന്നും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൂര്യാസ്തമയം തുടങ്ങി പ്രഭാതം വരെയുള്ള സമയം, ആ സമയത്ത് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ആയത്ത് കേട്ടിട്ട് ചില ആളുകൾ എന്ത് ചെയ്തു, രാത്രി വെള്ള നൂലും കറുത്ത നൂലും എടുത്തു വെച്ചിട്ട് രണ്ടും തമ്മിൽ തിരിച്ചറിയുന്നത് പരിശോധിച്ചതായിട്ടും അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് അവരെ തിരുത്തുണ്ട്. വെള്ള നൂൽ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തെയും കറുപ്പ് നൂല് രാത്രിയുടെ ഇരുട്ടിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. മഗ്‌രിബ് തുടങ്ങി, നമ്മൾ രാത്രി ആവാന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുമ്പോഴാണ് അല്ലെ, അസ്തമയ സമയത്താണ് മഗ്‌രിബ്. ആ മഗ്‌രിബിന്റെ സമയം തുടങ്ങി ഫജർ വരെയുള്ള സമയം നമുക്ക് ഈ ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ഭക്ഷണം കഴിക്കാം, സ്ത്രീകളുമായി സമീപിക്കുന്നതിലൊന്നും കുഴപ്പമില്ല എന്നാണ് ഇതുകൊണ്ട് അള്ളാഹു പറഞ്ഞു തരണത്. പിന്നെ സുമ്മ അതിമ്മു സിയാമ ഇലല്ലയിൽ, എന്നിട്ട് പിന്നെ നിങ്ങൾ രാത്രി വരെ നോമ്പ് പൂർത്തിയാക്കുവിൻ. ആ ഫജർ ആയി കഴിഞ്ഞാൽ പിന്നെ മഗ്‌രിബ് ആവുന്നത് വരെയുള്ള സമയത്ത് നിങ്ങൾ നോമ്പിനെ പൂർത്തിയാക്കുവിൻ. വലാ തുബാഷിറൂഹുന്ന, നിങ്ങൾ അവരോട് സ്പർശനം നടത്തരുത്. വഅൻതും ആകിഫൂന ഫിൽ മസാജിദ്, നിങ്ങൾ പള്ളികളിൽ ഇഅ്തികാഫിരിക്കുന്ന സന്ദർഭങ്ങളിലും സ്ത്രീകളുമായി സമീപിക്കരുതെന്നല്ല, അങ്ങോട്ട് അടുത്തേക്ക് പോലും പോവരുത് എന്ന്. പല നിയമങ്ങളും അള്ളാഹു പറഞ്ഞിരിക്കണം അങ്ങനെയാണ്. പലിശേനെ കുറിച്ച് പറയുമ്പോഴും വ്യഭിചാരത്തെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ അള്ളാഹു പറഞ്ഞിരിക്കണേ നിങ്ങൾ അവയെ സമീപിക്കരുത് എന്നാണ്. കാരണം അതിൻ്റെ അടുത്ത് ചെന്നാൽ തെറ്റിലോട്ട് പോകുമെന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇഅ്തികാഫിരിക്കുന്ന സന്ദർഭങ്ങളിലും നിങ്ങൾ അവരോട് സ്പർശനം നടത്തരുത്. തിൽക ഹുദൂദുല്ലാ, ഇതെല്ലാം അള്ളാഹുവിന്റെ അതിർവരമ്പുകളാകുന്നു. ഫലാ തഖ്റബൂഹ, അതിനാൽ നിങ്ങൾ അവയോട് അടുത്തു പോകരുത്. ഇതാണ് പറഞ്ഞത്, അടുത്തു പോകരുത് എന്ന് പറഞ്ഞത്. കദാലിക, അപ്രകാരം യുബയ്യിനുല്ലാ, അള്ളാഹു വിവരിക്കുന്നു, ആയാതിഹി, അവന്റെ ആയത്തുകൾ, ലിന്നാസി, മനുഷ്യർക്ക്, ലഅല്ലഹും യത്തഖൂൻ, അവർ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെ അള്ളാഹുവിന്റെ ആയത്തുകളെല്ലാം വിവരിച്ചു തരുന്നു. അപ്പൊ ഈ ആയത്തിൽ പറഞ്ഞത് നോമ്പിന്റെ രാത്രികളിൽ നിങ്ങൾ സ്ത്രീകളുമായി സ്വകാര്യ സല്ലാപം നടത്തുന്നില്ല, അല്ലെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെടുന്നതിൽ തെറ്റില്ല, അത് അള്ളാഹു അനുവദിച്ചു തന്നിരിക്കുന്നു. പിന്നെ അത് അവര് നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്കും വസ്ത്രമാണെന്ന് പറഞ്ഞു. ഇനി നിങ്ങളോട് തന്നെ വഞ്ചന നടത്തുന്നത് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്, എന്നാലും അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു, നിങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവരോട് സ്പർശനം നടത്തിക്കൊള്ളുവിൻ. പിന്നെ അതിൽ നിന്നും അള്ളാഹുവിന്റെ അനുഗ്രഹമായ സന്താനങ്ങളെ നിങ്ങൾ തേടിക്കൊള്ളുകയും ചെയ്യുവിൻ. പിന്നെ നിങ്ങൾ
ഭക്ഷണം കഴിച്ചുകൊള്ളുവിൻ, കുടിക്കുകയും ചെയ്തുകൊള്ളുവിൻ. എവിടം വരെ? മഗ്‌രിബ്, സൂര്യാസ്തമയം തുടങ്ങി ഫജർ വരെയുള്ള, പ്രഭാതം വരെയുള്ള സമയത്ത് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളുവിൻ. പിന്നെ പകലിൽ നിങ്ങൾ നിങ്ങളുടെ നോമ്പിനെ പൂർത്തിയാക്കുക. രാത്രി വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് രാത്രി തുടങ്ങണത് സൂര്യൻ അസ്തമിക്കുമ്പോഴാണ്. അതാണ് മഗ്‌രിബിന്റെ സമയം. ഒരിക്കലും അത് നോമ്പിനെ നീട്ടാൻ വേണ്ടി ആരും അതിൽ നിന്ന് മനസ്സിലാക്കരുത്. അങ്ങനെ ഒരു സംശയം വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ആയത്ത് കണ്ടിട്ട്. അപ്പൊ നമ്മൾ നോമ്പിനെ നീട്ടുകയാണ്, നോമ്പ് തുറക്കാൻ സമയം വൈകിപ്പിക്കണോന്നൊരു സംശയം വന്നായിരുന്നു. ഒരിക്കലും അങ്ങനെയല്ല. രാത്രി എന്ന് പറയണത് ആ സൂര്യൻ അസ്തമിക്കണ ആ ടൈമിനാണ് പറയണത്. പിന്നെ നിങ്ങൾ പള്ളികളിൽ ഇത്തിക്കാഫിരിക്കണ സമയത്തും സ്ത്രീകളുമായി സ്പർശനം നടത്താൻ പാടില്ല. ഇതൊക്കെ അള്ളാഹുവിന്റെ അതിർവരമ്പുകളാകുന്നു. നിങ്ങൾ അതിനെ സമീപിക്കുക, അതിന്റെ അടുത്തേക്ക് പോലും പോവരുത് എന്ന്. പിന്നെ ഇങ്ങനെയാണ് അള്ളാഹു നിങ്ങൾക്ക് ആയത്തുകളെയൊക്കെ വിവരിച്ചു തരുന്നത്, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുവാൻ വേണ്ടി. അത്രയേ ഉള്ളൂ ഈ ഒരു ആയത്ത്. അടുത്ത വിഷയം പറയണത്, അടുത്ത ആയത്ത് വേറൊരു വിഷയമാണ്. വലാത്ത കുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാതിലി വതുദുലൂ ബിഹാ ഇലൽ ഹുക്കാമി ലിതഅകുലൂ ഫരീഖം മിൻ അംവാലിൻ നാസി ബിൽ ഇസ്മി വഅൻതും തഅലമൂൻ. ഇവിടെ പറയണത് വലാത്ത കുലു, നിങ്ങൾ തിന്നരുത്, അംവാലക്കും നിങ്ങളുടെ സ്വത്തുക്കളെ, ബൈനക്കും നിങ്ങൾക്കിടയിൽ, ബിൽ ബാത്തിൽ അന്യായമായി. ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സ്വത്തുക്കൾ എന്ന് പറയാൻ കാരണം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ് എന്ന ഉദ്ദേശത്തിലാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ സ്വത്തുക്കളെ തന്നെ നിങ്ങൾ തിന്നരുത്. അല്ലെങ്കിൽ പറയേണ്ടത് വേറൊരാളുടെ സ്വത്തിന് നിങ്ങൾ തിന്നരുത് എന്നാണ് പറയേണ്ടത് അല്ലേ. പക്ഷെ അള്ളാഹു ഇവിടെ സത്യവിശ്വാസികളെ സഹോദരന്മാരും ഒരേ ശരീരത്തിന്റെ അവയവങ്ങളുമായിട്ടാണ് അള്ളാഹു പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അന്യരുടെ ധനം തിന്നരുതെന്ന് പറയാനുള്ള കാരണം നിങ്ങളുടെ തന്നെ ധനം തിന്നരുത്, അന്യായമായി എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. തിന്നരുത്. വതുദുലൂ ബിഹാ, നിങ്ങൾ ഇട്ടുകൊടുക്കുകയും ചെയ്യരുത്. ഇലൽ ഹുക്കാമി, ഹക്കമാന്ന് വെച്ചാൽ വിധിച്ചു എന്നാണ്. അപ്പൊ ഹുക്കാം വിധികർത്താക്കളിലേക്ക് നിങ്ങളത് ഇട്ടുകൊടുക്കുകയും ചെയ്യരുത്. ലിതഅകുലൂ, തിന്നുവാൻ വേണ്ടി, ഫരീഖൻ ഒരു വിഭാഗം, മിൻ അംവാലിൻ നാസി മനുഷ്യരുടെ സ്വത്തുക്കളിൽ നിന്നും, ബിൽ ഇസ്മി കുറ്റകരമായിട്ട്, വഅൻതും തഅലമൂൻ നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, നിങ്ങളാകട്ടെ അറിയുന്നതാനും. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരാളുടെ പൈസ ഏത് വിധത്തിലാണെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കാൻ പാടില്ല. തിന്നരുതെന്ന് ഉദ്ദേശിച്ചാൽ എന്താ, നമ്മളതിൽ ആഗ്രഹിക്കരുത്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു തരത്തിലും. അത് അന്യായമായിക്കൊണ്ട്. ഇനി നമ്മൾ മറ്റുള്ളവരുടെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കേസ് കൊടുക്കും അല്ലേ. കേസ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് അവർക്ക് വിധികർത്താക്കൾക്ക് എങ്ങനെയാണ് വിധി വെക്കാൻ പറ്റുള്ളൂ, സാക്ഷികൾ അനുസരിച്ചിട്ടൊക്കെ വിധി വെക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം നമ്മൾക്ക് അർഹതപ്പെട്ടതല്ല എന്നറിഞ്ഞുകൊണ്ട് നമ്മളൊരു കേസ് കൊടുത്ത് അല്ലെങ്കിൽ ന്യായാധിപന്റെ അടുത്ത് പോയിട്ട് അവർക്ക് എന്തെങ്കിലും കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ വേറൊരാളുടെ ധനം മോഹിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറയണത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണ ഒരു ഹദീസ് ഉണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഒരു ഹദീസ് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അന്നത്തെ കാലത്ത് വിധികർത്താവ് അല്ലെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിധി പറയണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ നബി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു മനുഷ്യനാണ്, നിങ്ങൾ എൻ്റെ അടുത്തൊരു കേസ് കൊണ്ടുവരും, പക്ഷെ ഞാൻ നിങ്ങളിലുള്ള തെളിവ് ആരുടെ ഭാഗത്താണോ ആർക്കാണോ ഏറ്റവും നന്നായി സമർത്ഥമായി തെളിവ് കൊണ്ടുവരാൻ പറ്റണത് അവരുടെ ഭാഗത്തായിരിക്കും, അതനുസരിച്ചിട്ടായിരിക്കും ഞാൻ വിധി കൽപ്പിക്കുക. എന്നാലും നിങ്ങൾ ആരെങ്കിലും ഇത് അറിഞ്ഞു വെച്ചോ, ആരെങ്കിലും യഥാർത്ഥത്തിൽ അവന്റെ സഹോദരന് അവകാശപ്പെട്ട വല്ലതുമാണ് ഇങ്ങനെ ഈ വിധി മൂലം നേടണമെങ്കിൽ അത് അറിഞ്ഞു വെച്ചോ, നിങ്ങൾ നേടുന്നത് നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണമാണത്. അപ്പൊ നമുക്ക് അർഹതയില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു വിധികർത്താവിന്റെ അടുത്ത് പോയി നമ്മളത് നേടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അത് നരകത്തിൽ നിന്നുള്ള ഒരു കഷ്ണമാണ് നിങ്ങൾ നേടിയെടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു അൻസാരികളിൽപ്പെട്ട ഒരാള് ഒരു പടയങ്കി മോഷ്ടിച്ചു. എന്നിട്ട് അപ്പോൾ തെളിവുകളെല്ലാം ഒരു ജൂതനെതിരായിരുന്നു. ഈ പിടിക്കപ്പെടുന്നു മനസ്സിലായപ്പോൾ ഈ അൻസാരി എന്ത് ചെയ്തു, ഈ പടയങ്കി കൊണ്ടുപോയിട്ട് ജൂതന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. അങ്ങനെ തൊണ്ടി മുതൽ കണ്ടെടുത്തത് ജൂതന്റെ വീട്ടിൽ നിന്നാണ്. അപ്പൊ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇതനുസരിച്ചിട്ടല്ലേ വിധി പറയാൻ പറ്റുള്ളൂ, തെളിവനുസരിച്ചിട്ടാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിധി പറയാൻ പോണ സമയത്ത് അള്ളാഹു ഒരു ജൂതന് വേണ്ടി ആയത്തിറക്കുകയാണ്.
അപ്പൊ അങ്ങനെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇതാണ്, ആരാണെങ്കിലും വിധി പ്രഖ്യാപിക്കുന്നത് അവർക്ക് ഉള്ള തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷെ അള്ളാഹ്ക്ക് അറിയാം ഏറ്റവും കൃത്യമായിട്ട് ആരുടെ ഭാഗത്താണ് ന്യായം എന്നറിയാം. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇതിനു വേണ്ടി ഒരു ന്യായാധിപന്റെ വിധികർത്താക്കളുടെ അടുത്തേക്ക് സമീപിക്കരുത്. ഇങ്ങനെ ഒരു മിക്കവാറും ഒരു സ്വത്ത് തർക്കത്തിലൊക്കെ വരാറുണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് അർഹതപ്പെട്ടതല്ല എന്ന് അറിഞ്ഞിട്ട് പോലും നമ്മൾ കേസിന് പോവാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മുടെ ന്യായമായ ഒരു ആവശ്യത്തിന് കേസ് കൊടുത്താലേ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ഇതിൽ പെടുന്ന കാര്യമല്ല. നമ്മൾ അറിഞ്ഞും കൊണ്ട് നമുക്ക് അർഹതപ്പെടാത്തൊരു സാധനത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ കേസിന് പോവാൻ പാടില്ല എന്ന്. അടുത്ത ആയത്തിൽ പറയണത്, അടുത്തത് വേറൊരു വിഷയമാണ് പറയണത്. യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ് വലൈസൽ ബിർറു ബിഅൻ തഅതുൽ ബുയൂത മിൻ ളുഹൂരിഹാ വലാകിന്നൽ ബിർറ മനിത്തഖാ വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. ഇതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ആളുകൾ വന്നിട്ട് ചോദിക്കും ചന്ദ്രൻ ഹിലാലിനെ കുറിച്ച് ചോദിക്കും. ഹിലാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ, മറ്റേ ഫുൾ മൂണിനെ പറയണത് ഖമർ എന്നാണ്. ഇവിടെ ഹിലാലിനെ കുറിച്ചല്ലേ, ചന്ദ്രൻ ആളുകൾ നോക്കുമ്പോൾ എന്താ ചന്ദ്രനെ ചെറുതായിട്ട് കാണുന്നു, പിന്നെ അത് വലുതായി പൂർണ്ണചന്ദ്രനാകുന്നു. അപ്പോൾ അവർ വന്ന് ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കും, ഇതെന്താണെന്ന് നിന്നോട് ചോദിച്ചാൽ അവരോട് നീ പറയുക ഹിയ അത് മവാഖീതു ലിന്നാസ് മനുഷ്യർക്ക് വേണ്ടി ഒരു സമയ നിർണയങ്ങളാണ്. എന്തിനു വേണ്ടിയുള്ള? വൽ ഹജ്ജിന്റെ സമയം നിർണയിക്കാൻ വേണ്ടിയുള്ളതാണെന്ന്, മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. വലൈസൽ ബിർറും നിങ്ങൾക്ക് പുണ്യമില്ല, ബി അൻ തഅതുൽ ബുയൂത നിങ്ങൾ വീടുകളിൽ ചെല്ലുന്നത്, മിൻ ളുഹൂരിഹ അതിന്റെ പുറകുഭാഗത്തുകൂടി, വലാകിന്നൽ ബിർറ പക്ഷേ പുണ്യം എന്ന് പറയുന്നത് മനിത്തഖ സൂക്ഷ്മത പാലിച്ചവനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് പറയാനുള്ള കാരണം, അന്നത്തെ കാലത്ത് അവരിങ്ങനെ ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അവസാനിക്കണേലും ഹജ്ജ് തീരുന്നതിന് മുമ്പായിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിലേക്ക് വരേണ്ട വന്നാൽ അവര് ഫ്രണ്ടിലത്തെ വാതിലിൽ കൂടെ കയറൂലായിരുന്നു. അന്ന് ജാഹിലിയ കാലത്ത് അവർ അങ്ങനെ ചെയ്തോണ്ട് അവര് ബാക്കിൽ കൂടെ പോയിട്ട് വരും. ബാക്കിൽ ഡോർ ഇല്ലെങ്കിൽ ജനല കുത്തിയോ അല്ലെങ്കിൽ ചുമര് പൊളിച്ചിട്ടൊക്കെ അവര് അകത്തേക്ക് കയറാറുണ്ടായിരുന്നു. അപ്പൊ അവര് പറയണ എന്താ, നമ്മള് ഇഹ്റാമൊക്കെ കെട്ടി ഇവിടെ നിന്ന് ഇറങ്ങിയതാണ്, അപ്പൊ നമ്മളിപ്പോ ഹജ്ജ് ചെയ്യുമ്പോൾ നമ്മൾ ശുദ്ധിയായിട്ടാണ് വരുന്നത്, അപ്പൊ ഫ്രണ്ടിൽ കൂടെ തന്നെ വന്നാല് പിന്നെ ആ പാപങ്ങളൊക്കെ കയറും എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പൊ അവര് ബാക്കിൽ കൂടെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതിനു വേണ്ടി എന്താണ് ശരിയല്ല എന്ന് അള്ളാഹു ഇവിടെ പറഞ്ഞു കൊടുക്കാണ്. നിങ്ങൾ ബാക്കിൽ കൂടെ വീട്ടിലോട്ട് കയറുന്നതിലൊന്നല്ല പുണ്യം, എന്താണ് തഖ്വയിലാണ്. നിങ്ങൾ എത്രത്തോളം അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു എന്നതിലാണ് നിങ്ങൾക്ക് പുണ്യം ഇരിക്കുന്നത് എന്നാണ് അള്ളാഹു പറയണത്. വതഅതുൽ ബുയൂത മിൻ അബ്വാബിഹ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് അവയുടെ വാതിലുകളിലൂടെ തന്നെ ചെന്നുകൊള്ളൂ, അതായത് ഫ്രണ്ടിലത്തെ ഡോറിൽ കൂടെ തന്നെ അകത്തേക്ക് കയറിക്കോളാൻ. വത്തഖുല്ലാഹ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക, ലഅല്ലകും തുഫ്ലിഹൂൻ നിങ്ങൾ വിജയം പ്രാപിക്കുന്നവരായേക്കാം എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു തരണത്. അടുത്ത ആയത്തിൽ പറയണത്, വഖാതിലൂ ഫീ സബീലില്ലാഹില്ലദീന യുഖാതിലൂനകും വലാ തഅതദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. വഖാതിലു എന്ന് വെച്ചാൽ നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ, ഫീ സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവിൻ, അല്ലദീന യുഖാതിലൂനക്കും നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട്, അതായത് നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന ആളുകളോട് നിങ്ങൾക്ക് യുദ്ധം ചെയ്യാം, നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുവിൻ. വലാ തഅതദൂ നിങ്ങൾ അതിക്രമം ചെയ്യരുത്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ നിശ്ചയമായും അള്ളാഹു അതിക്രമം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയണത്. അപ്പൊ മദീനയിൽ വെച്ചിട്ട് യുദ്ധസംബന്ധമായി ആദ്യഘട്ടങ്ങളിൽ അവതരിച്ച ഖുർആൻ വചനങ്ങളിൽ പെട്ടതാണ് ഈ വചനം. നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വന്നവരായിട്ട് യുദ്ധം ചെയ്തു കൊള്ളുമെന്നാണ് പറഞ്ഞേക്കണത്. ഇതിന്റെ ഉദ്ദേശം സത്യവിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ പരിപാടിയും ഒരുക്കവും കൂട്ടുകയും ചെയ്യുന്നവരെ, ഇങ്ങട് വരണം എന്നില്ല, അങ്ങനെ ഉള്ളവരോട് നിങ്ങൾ അങ്ങട് പോയിട്ട് യുദ്ധം ചെയ്തുകൊള്ളാൻ ആണ് പറയണത്. കാരണം അവർ ഇങ്ങട് വരുന്നത് നോക്കിയിരിക്കണത് വിഡ്ഢിത്തമാണ്. അപ്പോൾ അതുകൊണ്ട് അവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്തോ. പക്ഷെ നിങ്ങൾ അതെന്തിനു വേണ്ടി ആയിരിക്കണം യുദ്ധം ചെയ്യണത്? ഒരിക്കലും പെരുമയും കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പക വീട്ടാനോ ആവരുത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കണം ആ യുദ്ധം. അങ്ങനെ നിങ്ങൾ യുദ്ധം ചെയ്തോ, നിങ്ങൾ ഒരിക്കലും അതിര് വിടരുത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കണത്. ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ പറയണത്. അപ്പൊ ആദ്യം പറഞ്ഞത് നോമ്പിന്റെ സമയത്തെ രാത്രി കാലത്തെ നിയമത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു, നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ധനങ്ങളെ പരസ്പരം തിന്നരുത് എന്ന് പറഞ്ഞു.
അപ്പൊ അതിൽ പെട്ടതാണ് കൈക്കൂലി കൊടുക്കണ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ 1-2 ഹദീസുകളുണ്ട്. കൈക്കൂലി കൊടുക്കുന്നതും കൈക്കൂലി വാങ്ങിക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇനി കൈക്കൂലി വാങ്ങി കൊടുക്കാനായിട്ട് ഇടയിൽ നിൽക്കുന്ന ആളില്ലേ, അയാളെയും ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നോമ്പിനെ കുറിച്ചിട്ട്, ഈ അത്താഴം കഴിക്കണതിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് ഹദീസുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ പറയണത്, നിങ്ങൾ അത്താഴം കഴിക്കണം, നിശ്ചയമായും അത്താഴത്തിൽ ബർക്കത്തുണ്ട്. രാത്രിയുടെ അവസാന സമയത്ത് കഴിക്കേണ്ട ഭക്ഷണം, ആ അത്താഴം നിങ്ങൾ കഴിക്കണം, അതിൽ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ നോമ്പിനും വേദക്കാരുടെ നോമ്പിനും ഇടയിലുള്ള ഒരു വ്യത്യാസം എന്താണ്? അത്താഴം കഴിക്കലാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ സമുദായം നോമ്പ് തുറക്കൽ വേഗത്തിലാക്കുക എന്ന്. അപ്പൊ സമയമായ ഉടനെ തന്നെ നോമ്പ് തുറക്കുക. ഒരിക്കലും ബാങ്ക് കൊടുത്ത് കഴിയട്ടെ എന്നൊന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല. ബാങ്ക് കൊടുത്ത കേട്ട, ഇനിയിപ്പോൾ എൻ്റെ അടുത്തുള്ള പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കട്ടെ എന്ന് വിചാരിക്കരുത്. ബാങ്ക് കേട്ടാൽ ഉടനെ ധൃതി കൂട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വേഗത്തിലാക്കുക. പിന്നെന്താ, അത്താഴം പിന്തിച്ചാക്കുക, അതായത് പ്രഭാതത്തോട് അടുക്കുന്ന, സുബഹി ബാങ്കിനും മുമ്പായിട്ട് ഒരു 10 മിനിറ്റ് മുമ്പ് വരെയൊക്കെ നമുക്ക് കഴിക്കാം അല്ലേ. അത്താഴത്തിൻ്റെയും ബാങ്ക് കൊടുക്കണതിൻ്റെ ഇടയിലുള്ള സമയം പറഞ്ഞിട്ടുള്ളത് 50 ആയത്ത് ഓതണ സമയം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്താഴം വൈകിപ്പിക്കുക. പിന്നെ പറഞ്ഞിട്ടുള്ളത്, ഒരാൾ വലിയ അശുദ്ധിയായി ജനാപത്തുകാരനായിരിക്കണ സമയത്ത് നേരം പുലർന്നാൽ അത് നോമ്പിന് തടസ്സമാകുമെന്ന് ഒരാൾ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജനാപത്തുകാരനായിരിക്കെ നമസ്കാരം പറ്റൂല, നിസ്കരിക്കാനായിട്ട് പറ്റൂല, പക്ഷെ നോമ്പുകാരനാവാം, നോമ്പെടുക്കാം, എന്നിട്ട് ജനാപത്ത് കുളിയൊക്കെ കുളിച്ചിട്ട് നമസ്കരിക്കാം എന്ന്. അപ്പൊ അത് നോമ്പിന് ഒരിക്കലും തടസ്സമല്ല എന്നാണ് പറഞ്ഞിരിക്കണത് പ്രഭാതത്തിൽ. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ പറയണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നത് വരെ റമളാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസത്തിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്നാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാരും ഇഅ്തികാഫ് ചെയ്യാറുണ്ടായിരുന്നു എന്ന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യണ ഒരു ഹദീസിലും പറയണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കൊല്ലവും 10 ദിവസം റമളാനിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന കൊല്ലത്തിൽ 20 ദിവസമാണ് ഇഅ്തികാഫ് ഇരുന്നതെന്ന്. പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന വേറെ ഹദീസിൽ പറയണത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ അവിടെ നിന്ന് പള്ളിയിൽ ഇരുന്നു കൊണ്ട് തല എൻ്റെ അടുത്തേക്ക്, അത് പള്ളിയുടെ പുറത്തോട്ട്, പള്ളിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുജ്റയും തമ്മിൽ അടുത്തടുത്താണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് തല ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ വെച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം ആയിഷ റളിയല്ലാഹു അൻഹ മുടി ഈരി കൊടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസിൽ. പിന്നെ ഈ ഇവിടുന്ന് പള്ളിയിൽ നിന്ന് പുറത്തു പോകുന്നത് എന്തെങ്കിലും മലമൂത്ര വിസർജനത്തിന്റെ ആവശ്യത്തിനോ ഒക്കെയാണ് പോവാറുള്ളൂ, അതിനല്ലാണ്ട് വീട്ടിലോട്ട് പ്രവേശിക്കാറില്ലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പിന്നെ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗികളെ സന്ദർശിക്കാൻ പോകാറുണ്ടായിരുന്നു. എന്നാൽ വഴിയിലൊന്നും അങ്ങനെ അധികം തങ്ങി നിൽക്കാറില്ല, വേഗം പോയിട്ട് തിരിച്ചു വരില്ലായിരുന്നു പതിവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹു വേറെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നോമ്പിനെ കുറിച്ചും ഇഅ്തികാഫിനെ കുറിച്ചും ഈ ഒരു പേജിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം. അപ്പൊ നമുക്ക് നിർത്താം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.